സീസണിൽ ടിക്കറ്റ് നിരക്ക് കൂട്ടി ലാഭം കൊയ്യുകയാണ് വിമാന കമ്പനികളുടെ പതിവ് രീതി. ചില കമ്പനികൾ കൂടുതൽ യാത്രക്കാരെ കിട്ടാൻ വലിയ ഓഫറുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. UAE-യിൽ നിന്നുള്ള യാത്രയ്ക്ക് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എയർ അറേബ്യ. നാട്ടിലേക്ക് വരാൻ കൊതിക്കുന്ന പ്രവാസികൾ ഇതുകൂടി പരിശോധിച്ചാൽ നേട്ടമായേക്കും. ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് മാത്രമല്ല, ഗൾഫിലെ മറ്റു രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്കും എയർ അറേബ്യ ടിക്കറ്റ് നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളിൽ അവധി ആഘോഷത്തിന് തയ്യാറെടുക്കുന്നവർക്കും ഇതൊരു അവസരമാണ്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് UAE-യിൽ 4 ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവധി ആഘോഷിക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് എയർ അറേബ്യയുടെ ഓഫർ. പ്രവാസികളിൽ ചിലർ നാട്ടിലേക്ക് വരാൻ താല്പര്യപ്പെടുമ്പോൾ UAE-യിലുള്ള മറ്റു ചിലർ അയൽ രാജ്യങ്ങളിലേക്ക് പോകാനും താല്പര്യപ്പെടാറുണ്ട്. അവർക്കെല്ലാം ഗുണം ചെയ്യുന്നതാകും പുതിയ ഓഫർ. ഇന്ത്യയിലേക്ക് ഓഫർ പ്രഖ്യാപിച്ചതിനു പുറമെ അർമേനിയ, ഈജിപ്ത്, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, ലബ്നാൻ, തുർക്കി എന്നീ രാജ്യങ്ങളിലേക്കും എയർ അറേബ്യ ടിക്കറ്റ് നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചു. ജൂൺ 2 വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഇളവുള്ളത്. ഒമാനിലേക്ക് 129 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. കുവൈത്ത്, സൗദി അറേബ്യ, ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്ക് ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 149 ദിർഹവും ഇന്ത്യയിലേക്ക് 299 ദിർഹമാണ് നിരക്ക്. ഏകദേശം 6926 രൂപ വരും. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള യാത്രയ്ക്കാണ് ഈ ഓഫർ. 4 ദിവസമാണ് UAE ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ വിവരം പുറത്തു വന്ന പിന്നാലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. നിരവധി ആളുകളാണ് ടിക്കറ്റ് നിരക്ക് ചോദിച്ച് ട്രാവൽ ഏജൻസികളിലേക്ക് വിളിക്കുന്നത്. UAE താമസക്കാർക്ക് വിസ ഫ്രീ യാത്ര പോകാൻ സാധിക്കുന്ന രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾക്കാണ് കൂടുതൽ ബുക്കിംഗ്. എയർ അറേബ്യ മാത്രമല്ല, UAE-യിൽ നിന്ന് മറ്റു വിമാന കമ്പനികളും യാത്രാ നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫ്ലൈ ദുബായ്, എമിറേറ്റ്സ്, ഇത്തിഹാദ് എന്നീ വിമാന കമ്പനികളും ഇളവ് പ്രഖ്യാപിച്ചു. സീസണിൽ UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് ഏകദേശം 1100 ദിർഹമാണ് വേണ്ടിവരിക. ഡൽഹിയിലേക്ക് 1146 ദിർഹം, മുംബൈയിലേക്ക് 1184 ദിർഹം, ബംഗളൂരുവിലേക്ക് 1787 ദിർഹം എന്നിങ്ങനെയാണ് നിരക്ക്. ജൂൺ 6-ന് ബലിപെരുന്നാൾ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുൽഹജ്ജ് മാസം 10-നാണ് പെരുന്നാൾ. എല്ലാ GCC രാജ്യങ്ങളിലും 4 ദിവസം പെരുന്നാൾ അവധിയുമുണ്ട്. സർക്കാർ, കമ്പനി ജോലിക്കാർക്ക് ഇത്തരം അവധികൾ നേട്ടമാകും. എന്നാൽ എല്ലാ പ്രവാസികൾക്കും ഈ അവധി ആനുകൂല്യം കിട്ടാറില്ല. കാരണം സാധാരണ ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് പെരുന്നാൾ ദിവസം മാത്രമാണ് തൊഴിൽ ഉടമകൾ അവധി നൽകാറ്.